ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്ത ഒരു മോഡലാണ് ഐഫോൺ 10R എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രയും അഫോർഡബിൾ ആയിട്ട് റീസണബിൾ പ്രൈസിൽ കിട്ടുന്ന നല്ലൊരു കിഡിലൻ യൂസ്ഡ് ഐഫോണാണ്. ഒരുപാട് ആളുകൾ ഇപ്പോൾ അത്യാവശ്യം പ്രൈസ് കുറഞ്ഞ മോഡൽസ്, ലോവർ മോഡൽസ് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മോഡലാണ് ഐഫോൺ 10R എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ ഡീറ്റെയിൽഡ് കമ്പാരിസൺ റിവ്യൂ ആണ് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സോ ബേസിക്കലി ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലൊരു സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസിനും നല്ല രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ചാനലിനും വീഡിയോസിനൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഈ ഒരു മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആക്കണമെന്നുള്ളൊരു ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഡിവൈസിനെ 5 ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഓവറോൾ ഡിവൈസിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. രണ്ടാമതായിട്ട് ഡിവൈസിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. പിന്നെ ക്യാമറ, ബാറ്ററി ആൻഡ് ഫൈനലി ചിപ്സെറ്റ് ആൻഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഗൈസ്, വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റ് തന്നെ ഡിവൈസിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും കുറിച്ച് നോക്കാമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് യുണീക്കായിട്ട് വന്ന ഒരു ഡിസൈനാണ്. കാരണം ഐഫോൺ 10 വന്ന ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഡുവൽ ക്യാമറ സെറ്റപ്പ് ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ഐഫോൺ 10s സീരീസ് ലോഞ്ച് ആയത്. 10sൻ്റെ കൂടെ വന്ന ഒരു ഡിവൈസാണ് ഐഫോൺ 10R എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി യൂണീക്കായിട്ടൊരു ഡിസൈനാണ്. സിംഗിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അതിനിടയിൽ മൈക്രോഫോൺ, പിന്നെ ഫ്ലാഷ് ലൈറ്റ്. നമുക്ക് ഈ ഒരു ഡിവൈസിൽ പോർട്രേറ്റ് ഫോട്ടോസും നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ അതൊരു സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ഒരു ഫോട്ടോ ആയിരിക്കും. ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്കിവിടെ പോർട്രേറ്റ് ലെൻസ് അവൈലബിൾ അല്ല. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. നമ്മൾ ഓവറോൾ ഡിവൈസിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ഡിവൈസിൻ്റെ. ഡിസൈൻ എന്ന് പറയുന്നത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ പോലും ബിൽഡ് ക്വാളിറ്റി ഇപ്പോഴും ബെറ്ററായി നിൽക്കുന്ന ഒരു ബിൽഡ് ക്വാളിറ്റിയാണ്. ഏകദേശം നിങ്ങൾക്കൊരു 10K ആയിരിക്കും ഈ ഒരു ഡിവൈസ് കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ ആ ഒരു പ്രൈസായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വെർത്തായിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി ഇപ്പോഴും ഈ ഒരു ഡിവൈസിൽ ലഭിക്കും. ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് തന്നെയാണ് വരുന്നത്. ഐഫോൺ 8 മുതൽ തന്നെ നമുക്ക് വയർലെസ് ചാർജിങ്, ബാക്ക് ടാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അത് ബാക്കിൽ ഗ്ലാസ് ഉള്ള ഡിവൈസുകൾക്കാണ് അങ്ങനത്തെ ഒരു ഫീച്ചർ വരുന്നത്. സോ ഇവിടെ നമുക്ക് ഗ്ലാസ് തന്നെയാണ് വരുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്ത ബിൽഡ് ക്വാളിറ്റി ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് ഡിവൈസിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിക്വിഡ് റെറ്റിന IPS LCD ഡിസ്പ്ലേ ആണ്. 625 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ് പോകുന്നത്. ഇപ്പോൾ ഡിസ്പ്ലേ എന്ന് പറയുന്നത് അത്ര പീക്ക് ലെവൽ അല്ലെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്ത യൂസൊക്കെ നിങ്ങൾക്ക് ഒരു ഡിവൈസ് വെച്ചിട്ട് കിട്ടുന്നതാണ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 6.1 inch ആണ്. അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ കളർ ആക്യുറേറ്റും ഡീറ്റെയിലിങ്ങും ഒക്കെ ലഭിക്കുന്ന ഒരു LCD പാനലാണ് ഐഫോൺ 10R വരുന്നത്. സോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ 10s 10 പോലത്തെയുള്ള OLED പാനലല്ല. പക്ഷെ എന്നാലും നല്ലൊരു വ്യത്യാസം രണ്ട് ഡിസ്പ്ലേക്കും തമ്മിലില്ല. വ്യത്യാസമുണ്ട് എന്നല്ല, പക്ഷേ ഈ ഒരു LCD എന്ന് പറയുന്നതും അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടന്റ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കളർ ആക്യുറേറ്റ് ഉള്ള ഒരു LCD പാനലാണ്. നമുക്കിവിടെ സ്ക്രാച്ച് റെസിസ്റ്റൻസ് വരുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ഒരിക്കലും നമ്മുടെ 12 ലഭിക്കുന്ന പോലെ തന്നെയുള്ള സെറാമിക് കോട്ടിംഗ് അല്ല. അത്യാവശ്യം നല്ലൊരു ഹെവി ഫാളൊക്കെ വീഴുന്ന സമയത്ത് പൊട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. ഞാൻ പറയുന്ന സമയത്ത് ഏകദേശം ഒരു 10K വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഗെയിമേഴ്സിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് ഐഫോൺ 10R. അത്യാവശ്യം സൈസ് ഉണ്ട്. അത്യാവശ്യം കൂടുതൽ ബാറ്ററി കൺസ്യൂം ചെയ്യാത്തൊരു മോഡൽ കൂടെയാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് LCD പാനൽ ആയതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഡിവൈസിൻ്റെ ക്യാമറയിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈറ്റിംഗ് ഉള്ള സമയത്ത് അത്യാവശ്യം തിരക്കിടില്ലാത്ത ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയ ക്യാമറ തന്നെയാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. പക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പോർട്രേറ്റ് ഫോട്ടോസ് മറ്റ് ഐഫോൺസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്ര തന്നെ ബെറ്റർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് അല്ല ലഭിക്കുന്നെങ്കിലും തിരക്കിടില്ലാത്ത രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും നമുക്ക് എടുക്കാൻ പറ്റും. 12 MP ക്യാമറ തന്നെയാണ് വന്നിട്ടുള്ളത്. വൈഡ് ആംഗിളിൻ്റെ ക്യാമറയാണ്.
f1.8 ആപേച്ചറാണ് വരുന്നത്. അത്യാവശ്യം തിരക്കില്ലാത്ത ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഞാൻ മുമ്പേ പറഞ്ഞ ഒരു കാര്യം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് 4K at 24, 30, 60 FPS 1080p 30, 60, 120 240 FPS HDR സ്റ്റീരിയോ സൗണ്ട് അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സും വരുന്ന നല്ലൊരു ക്യാമറ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു 10K ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല ഒരു കിഡിലനായിട്ട് പെർഫോം ചെയ്യുന്ന ക്യാമറ ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുണ്ട്. 10K വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. അത്യാവശ്യം തിരക്കിടില്ലാത്ത ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റും. ഈ ഒരു 10K വെച്ച് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് ഓക്കെയാണ്. മറ്റ് ആൻഡ്രോയിഡ് ഡിവൈസിൽ ലഭിക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ ക്യാമറയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഞാൻ നല്ല ക്വാളിറ്റി എന്നല്ല ഉദ്ദേശിച്ചത്, ആൻഡ്രോയിഡ് ഡിവൈസും ഈ ഒരു 10K വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്തും ബെറ്റർ ആയിട്ടുള്ളൊരു ക്വാളിറ്റി നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു ഡിവൈസിൻ്റെ ക്യാമറയിൽ ലഭിക്കും. ഞാൻ അതിനുള്ള കുറച്ച് സാമ്പിൾസ് വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. സോ അത്യാവശ്യം തിരക്കിടില്ലാത്ത ഒരു ഓപ്ഷൻ തന്നെയാണ് 10K വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. പിന്നെ നമ്മൾ നാലാമതായിട്ട് ഡിവൈസിൻ്റെ ബാറ്ററിയിലോട്ട് പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്ന ഒരു കിഡിലൻ മോഡലാണ് iPhone XR എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നിങ്ങൾ എടുക്കുന്ന ഡിവൈസിൻ്റെ ബാറ്ററി കണ്ടീഷനും ബാറ്ററി ഹെൽത്തിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഡിവൈസ് തേർഡ് പാർട്ടി ബാറ്ററി ആണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ബാറ്ററി ബാക്കപ്പ്. നമ്മളൊരു അപ്രോക്സിമേറ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 90% ബാറ്ററി ഹെൽത്ത് എബോവ് ഉള്ള ഡിവൈസുകൾ നമുക്ക് ഫാർ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത്യാവശ്യം സോഷ്യൽ മീഡിയ കാര്യങ്ങളും അതേപോലെ തന്നെ ഗെയിമും അത്യാവശ്യം യൂട്യൂബ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു ദിവസത്തിൻ്റെ ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു മോഡലാണ് iPhone XR. നിങ്ങൾ അത്യാവശ്യം നല്ല ഹെവി യൂസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 തവണയൊക്കെ ചാർജ് ചെയ്യേണ്ടി വരും. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ആവറേജ് ലെവൽ, ഒരു മോശം എന്ന് പറയാത്ത രീതിയിൽ ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്ന ഒരു മോഡലാണ് iPhone XR. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിഥിയം അയോണിൻ്റെ 2942 mAh ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. സോ 2018 ഇറങ്ങിയ ഡിവൈസ് വെച്ച് നോക്കുന്ന സമയത്ത് ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് തന്നെയാണ്. ഇവൻ നമ്മൾ iPhone 11 Pro ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്തും വളരെ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഡിവൈസിൽ ഉള്ളത്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് XRലാണ് ലഭിക്കാൻ സാധ്യതയുള്ളത്. കാരണം ഇതൊരു LCD പാനലാണ്. അപ്പോൾ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം ആലോചിച്ച് നിങ്ങൾക്ക് നെഗറ്റീവ് അടിക്കേണ്ട കാര്യമല്ല. നിങ്ങൾക്ക് ലഭിക്കുന്ന ഡിവൈസിൻ്റെ ബാറ്ററി കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ്, ബാറ്ററി സൈഡിൽ നിന്ന് പറയാനുള്ളതും. പിന്നെ നമുക്ക് ഏറ്റവും ഫൈനലി പറയാനുള്ളത് ഡിവൈസിൻ്റെ ചിപ്സെറ്റ് ആൻഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ കുറിച്ചാണ്. സ്റ്റിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കുന്ന ഒരു മോഡലാണ് iPhone XR, XS, XS Max. സോ ഈ 10s-ഉം 10s Maxലും വരുന്ന സെയിം ചിപ്സെറ്റ് തന്നെയാണ് iPhone XRലും ആപ്പിൾ കൊടുത്തിട്ടുള്ളത്. A12 Bionic ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ്. 7nm ചിപ്സെറ്റാണ് വരുന്നത്. അതേപോലെ തന്നെ 3GB RAM കൊടുത്തിട്ടുണ്ട്. 64 തൊട്ട് 256GB വരെ വരുന്ന സോഫ്റ്റ്വെയർ ഓപ്ഷൻസും ഈ ഒരു ഡിവൈസിൽ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സോഫ്റ്റ്വെയർ രീതിയിൽ പെർഫോം ചെയ്യുന്ന ഡിവൈസാണ് XR. നിങ്ങൾ ഗെയിം കളിക്കാനും അതേപോലെ തന്നെ കുറച്ചൊക്കെ ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിലും കൂടുതലൊന്നും ഫ്രെയിം ഡ്രോപ്സും ലാഗൊന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു ഡിവൈസ് ചൂസ് ചെയ്യാം, ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ പർപ്പസ് എന്താണോ ആ ഒരു കാര്യം ഈ ഒരു ഡിവൈസിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് ഒരു പറ്റുന്ന രീതിയിലൊക്കെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എന്നാലും തിരക്കേടില്ലാത്ത അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഒരു ഡിവൈസ് ലഭിക്കും. അതുതന്നെ ഈ ഒരു ഡിവൈസിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഇതൊരു കാറ്റഗറി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോൺ പ്രോ മോഡലായിട്ടാണ് വരിക. iPhone 11, iPhone 12 ഒക്കെ പോലെ തന്നെ 10 സീരീസിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു ഡിവൈസാണ് iPhone XR. നിങ്ങൾക്ക് ഇപ്പോഴും സ്റ്റിൽ കൺസിഡർ ചെയ്യാം. ഞാൻ ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് ഒരിക്കലും മെയിൻ ഡിവൈസായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഈ ഒരു ഡിവൈസിലും 5G ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം നോക്കിയിട്ട് ഈ ഒരു ഡിവൈസ് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ ഓവറോൾ ഈ ഒരു ഡിവൈസിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും വലിയ തിരക്കേടില്ല. ഡിസൈന് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണെങ്കിൽ പോലും ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഇപ്പോഴും നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേയും അത്യാവശ്യം ബെറ്റർ ആണ്. LCD പാനലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്ന 6.1 ഇഞ്ച് വരുന്ന അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ഡിസ്പ്ലേ ആപ്പിൾ ആ ഒരു സമയത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ്. പ്രൈസ് റേഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ക്യാമറ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ക്യാമറ ഞാൻ നിങ്ങൾക്ക് അത്ര തന്നെ സജസ്റ്റ് ചെയ്യില്ല. കാരണം നമുക്കിവിടെ ഒരു വൈഡ് ആംഗിളാണ് കൊടുത്തിട്ടുള്ളത്. എന്നാലും തിരക്കേടില്ല. നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു 10K
പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ഡിവൈസ് കണ്ടീഷനുള്ള ഡിവൈസ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ്. ബാറ്ററിയും ഈ ഒരു ഡിവൈസിൽ എനിക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഫീൽ തന്നെയാണ് തന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ചിപ്സെറ്റിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ചിപ്സെറ്റ് ഇപ്പോഴും ഓക്കെയാണ്, ബെറ്ററാണ്. നമുക്ക് അത്യാവശ്യം എല്ലാ ആപ്ലിക്കേഷൻസും ഈ ഒരു ഡിവൈസിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഗൂഗിൾ പേ അങ്ങനെ എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ലോങ് ടൈമിലോട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് നോക്കണ്ട. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത് ഈ ഒരു ഡിവൈസിൽ 5G ഇല്ല. രണ്ടാമത് ചിലപ്പോൾ അടുത്ത വർഷമോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റത്തെ വർഷമോ മേ ബി എനിക്ക് സാധ്യത തോന്നുന്നത് ഒരു വർഷം കൂടിയുള്ളൂ ഇനി ഒരു ഡിവൈസിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടാൻ സാധ്യത ഉള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി ഈ ഒരു ഡിവൈസ് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എസ്പെഷ്യലി ഗെയിമൊക്കെ കളിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഡിവൈസ് ബെറ്ററാണ്. അതല്ലാണ്ട് നിങ്ങൾ കുറച്ച് ലോങ് ടൈം 1-2 വർഷമൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ കാര്യം കൺസിഡർ ചെയ്ത് നിങ്ങൾ ഈ ഒരു ഡിവൈസ് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അഫ്കോഴ്സ് നിങ്ങൾക്ക് ഒരു ഡിവൈസ് 10K ബഡ്ജറ്റിലാണ് ലഭിക്കുന്നതെങ്കിൽ, നല്ല കണ്ടീഷൻ ഡിവൈസാണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. അതിന് യാതൊരുവിധ നെഗറ്റീവും എനിക്ക് പറയാനില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പീക്കർ ക്വാളിറ്റി, ഗെയിം കളിക്കാൻ വേണ്ട അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്. പ്ലസ് നമുക്ക് തിരക്കേടില്ലാതെ ഫോട്ടോസ് എടുക്കാം. തിരക്കേടില്ല എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഫോട്ടോസും എടുക്കാം. അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ 10R ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് എത്തിക്കണം ഈ ഒരു മാസത്തോടെ. ഈ ഒരു മാസം എന്നല്ല, അടുത്ത മാസത്തോടു കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കെന്തായാലും അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.